ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല പഴുത്ത പഴം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ കറുത്ത തൊലിയിലെ പായൊക്കെ നമ്മൾ എന്താ ചെയ്യൽ, വേസ്റ്റാക്കി കളയലല്ലേ. ഇത് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ഒരു സ്നാക്ക് ഉണ്ടാക്കാം. ഇനി നമ്മൾ ചെറുതായിട്ട് ഈ പഴം കട്ട് ചെയ്തെടുക്കണം. നമ്മൾ കസ്റ്റാർഡിനൊക്കെ ഉണ്ടാക്കൂലേ, ഫ്രൂട്ട് സലാഡിനൊക്കെ കട്ട് ചെയ്യുന്ന മാതിരി ചെറുതായിട്ട് നല്ല നൈസായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഉടഞ്ഞൊക്കെ പോകും, അതൊന്നും പ്രശ്നമല്ല കേട്ടോ. നല്ല ചെറിയ കഷ്ണമാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ 3 പായം നല്ലതുപോലെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ജാറ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 മുട്ടയൊന്ന് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ 2 മുട്ട ഞാൻ അതിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു 2 ടീസ്പൂണ് മൈദപ്പൊടിയാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ ആർക്കും ഉണ്ടാക്കാം. ഇനി നമ്മൾ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ പഴം ഉണ്ടാവും, പക്ഷേ നമ്മൾ ഉണ്ടാക്കൂല അതേപോലെ ഒന്നും. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് മിൽക്ക് പൗഡറല്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. നല്ല പഴുത്ത പഴം തന്നെ എടുക്കണം കേട്ടോ. അതിന് നല്ലൊരു മധുരം ഉണ്ടാകും, നല്ലൊരു ടേസ്റ്റുമാണ് ഇതിൻ്റെ ഉള്ളിലിട്ട് വരുമ്പോൾ, നല്ല സോഫ്റ്റായിട്ട് വരും. ഇനി 2 ഏലക്കയോട് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം മിക്സിയിൽ. അപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ എന്താ ചെയ്യുന്നത്, നമ്മൾ ഈ നുറുക്കി വെച്ച പയക്കൂട്ടില്ലേ അതിലേക്കോട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മിക്സ് ഇവിടെ റെഡി ആയി കേട്ടോ. ഈസിയാണ്, ആർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അത് കഴിക്കാൻ നല്ല സോഫ്റ്റായിട്ടുള്ളൊരു പോളയാണിത്. ഇനി നമുക്കൊരു പാൻ വെക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നല്ല മിൽമൻ്റെ നെയ്യ് തന്നെ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് ടേസ്റ്റ് വേറെ തന്നെയാണ്. ഞാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു കാണാൻ ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ്. ഉള്ളവരൊക്കെ എടുത്താൽ മതി, ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. ഞാൻ കുറച്ച് ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് ചൂടായി വരണം ബദാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് ചൂടായി വരണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇത് കാണാൻ നല്ലൊരു ഭംഗിയാണ്, അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതൊക്കെ എല്ലാവരും ഇട്ട് കൊടുത്താൽ മതി, ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. ഇനി ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ആരും ഉണ്ടാക്കാതൊക്കെ ഒന്നും വേണ്ട. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ സെയിം പാനിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളെ പയക്കൂട്ടില്ലേ, ആ മിക്സ് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇത്ര പണിയുള്ളൂ, നല്ല ഈസിയാണ്. ഇനി അതെല്ലാ ഭാഗത്തൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇതിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ നേരത്തെ റോസ്റ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ബദാമും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കാണാനും തന്നെ നല്ലൊരു കളർഫുള്ളായിട്ട് വരും. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബദാമും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തും ഇങ്ങനെ ഇട്ടൊന്ന് കൊടുക്കാം. മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത് കേട്ടോ. എന്നാൽ അറിയില്ല ഇതുപോലെ നല്ല പഴുത്ത പഴമാണെന്നുള്ളത് അറിയില്ല. എല്ലാ ഭാഗത്തും ഇത് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇനി ഒരു 8 മിനിറ്റ് മതി. ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ, നല്ല കളർഫുള്ളായിട്ട്. ഇനി നമുക്കിതിൻ്റെ ഈ വെള്ളം ഇങ്ങനെ കാണുന്നതൊന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു പാൻ എടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കാം. എന്നിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഇത് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അടിവശം കണ്ടോ, കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. നല്ല അടിപൊളി സ്നാക്കാണ് കണ്ടോ, അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണിത്. അപ്പോൾ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഇനി പഴം കറുത്തതായി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വേസ്റ്റാക്കി കളയൊന്നും വേണ്ട, ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ കറുത്ത പഴം കൊണ്ട് നമുക്ക് വെളുത്ത പോള ഉണ്ടാക്കാം. കണ്ടോ, അടിപൊളി ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്